ഒരു 2 ആഴ്ച മുമ്പ് അയാനുമായിട്ടുണ്ടായ ഒരു കോൺവെർസേഷൻ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട്, നിങ്ങൾ ഈ 4.5 വയസ്സുള്ള കുട്ടീനോട് ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെ ടു ഏർലി അല്ലേ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ അതിനുശേഷം എനിക്ക് അയാനുമായിട്ട് വീണ്ടും ഒരു കോൺവെർസേഷൻ ഉണ്ടാവേണ്ടി വന്നു. ഒരുപക്ഷെ അവൻ ഇതിന്റെ തുടർച്ചയായിട്ട് അവന്റെ മനസ്സിൽ കിടന്ന ഒരു ചോദ്യം ചിലപ്പോൾ ചോദിച്ചതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: മമ്മി, നീ എന്നെ ഈറ്റ് ചെയ്തതാണോ? എങ്ങനെയാണ് നിന്റെ വയറ്റിൽ വന്നതെന്ന്. കുട്ടികൾ പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ജെന്യൂൻ ആയിരിക്കും. അവർക്ക് അറിയാനുള്ള ആകാംക്ഷ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവരുടെ ഏറ്റവും സേഫ് ആയിട്ടുള്ള പേഴ്സന്റെ അടുത്ത് അവർ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആളുകൾക്കും ഒരു അയ്യേ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അത് ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, പുറം രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. കാരണം ഇവിടെ ഒരു സ്കൂളിലൊക്കെ നമ്മൾ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യണമെങ്കിൽ, സെക്സ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്യണമെന്ന സമയത്ത് സ്കൂളിന്റെ പെർമിഷൻ കിട്ടില്ല. അതുപോലെ തന്നെ സ്കൂളിന്റെ പെർമിഷൻ മാത്രമല്ല, പേരൻസിന്റെ കൺസെന്റ് പോലും കിട്ടില്ല. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ ഗ്ലോബൽ ഇഷ്യൂ. പക്ഷെ നമ്മൾ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, കുട്ടികൾക്ക് എന്തിനാണ് ഈ ഒരു വിഷയം ചെറുപ്പത്തിലേ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടത്? സെക്സിനെ പറ്റി കൂടുതൽ ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കുമ്പോൾ അവർക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അവരുടെ ബോഡിയുടെ ബൗണ്ടറീസിനെ പറ്റി അവർക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അവരുടെ സേഫ്റ്റി ഉറപ്പാക്കേണ്ട ആവശ്യം നമ്മുടേതാണ്. ഈ ഒരു 3 കാര്യങ്ങൾ മാത്രം കൺസിഡർ ചെയ്താൽ പോലും എല്ലാ കുട്ടികൾക്കും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. കുട്ടികൾക്ക് ഇതുപോലുള്ള സംശയങ്ങൾ വരുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ കള്ളം പറയുകയോ അല്ലെങ്കിൽ നമ്മൾ അവരെ വഴിതിരിച്ചു വിടാൻ നോക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സംശയം കൂടാണ്ട് അവർ പിന്നീട് മറ്റു സോഴ്സിലേക്ക് അവരെ ആ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി പോവുകയും ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നിങ്ങളിൽ എന്തോ ഒരു വിശ്വാസം ഇല്ലാത്തതുപോലെ അവർക്ക് ഫീൽ ചെയ്യുകയും നിങ്ങളിൽ കംഫർട്ടബിൾ അല്ലാതെ വരികയും ചെയ്യും. നിങ്ങളിൽ കൂടുതൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഉത്തരം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ പിന്നീട് നിങ്ങളോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സംസാരിക്കുന്നതും പറയുന്നതും കംപ്ലീറ്റ് നിർത്തുകയും ചെയ്യും. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇത് കേൾക്കുമ്പോഴേക്കും വിചാരിക്കുക, അയ്യോ എങ്ങനെ ഇത് പറയാ, ഒരു യക്കി ഫീലിംഗ് വരും ആദ്യം തന്നെ കേട്ട് കഴിയുമ്പം. ഉത്തരങ്ങൾ ഇല്ലാത്തതുപോലെ തോന്നും. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ പറ്റി ഒന്നും പറയേണ്ടെന്ന് തോന്നും. നമ്മൾ അവരോട് പറയും, ചില പേരൻസ് പറയും, നീ ഇപ്പൊ ഇതറിയേണ്ട കാര്യമില്ല എന്ന് പറയും. അല്ലെങ്കിൽ പറയും, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ്, ദൈവം തന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ പറയും, എവിടെന്നെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് എന്നൊക്കെ, അല്ലെങ്കിൽ മമ്മിയുടെ വയറ്റിൽ നിന്ന് വന്നതാണ് എന്നും പറയും. പക്ഷെ അയനോട് ചോദിച്ച ചോദ്യം വളരെ ക്ലിയർ ആയിരുന്നു: ഞാൻ ഈറ്റ് ചെയ്തിട്ടാണോ അവൻ ഉണ്ടായതെന്ന്. അപ്പൊ ഉറപ്പായിട്ടും അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട അതിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ അവനോട് പറഞ്ഞു, നീ എന്നെ ടമ്മിയിൽ നിന്നല്ല ഉണ്ടായത്. ടമ്മിയിലേക്ക് പോകണമെങ്കിൽ നീ പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കണം, നമ്മൾ വായിക്കൂടെ കഴിക്കുന്ന സാധനമാണ് ടമ്മിയിലേക്ക് പോകുന്നത്, അത് കറക്റ്റ് ആണ്. പക്ഷെ നീ ഉണ്ടായത് അവിടെ ഒരു ബാഗ് ഉണ്ട്, ആ ബാഗിന്റെ പേര് യൂട്രസ് എന്നാണ്, അതിലാണ് നീ ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് അവനടുത്ത ചോദ്യം ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ അവിടെ ഉണ്ടായതെന്ന്. അപ്പൊ അടുത്ത ചോദ്യം ഉത്തരം എനിക്ക് എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. അവിടെ ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും അവൻ അവിടെ വീണ്ടും ഉത്തരങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ കുട്ടികൾ വീണ്ടും കൂടുതൽ സംശയാലുക്കളായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ അവനെ വീണ്ടും ചോദിച്ചു, നീ റെഡിയാണോ മമ്മി ഇതിനെ പറ്റി പറഞ്ഞു തരാം, കുറച്ച് കഥയാണ്, അത് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ്റെ യെസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ അവനോട് പറഞ്ഞു, മമ്മിയുടെ കയ്യില് ഒരു എഗ് ഉണ്ട്, അതുപോലെ തന്നെ ഡാഡിയുടെ കയ്യിൽ ഒരു സീഡും ഉണ്ട്. അപ്പൊ ഈ എഗ്ഗും സീഡും കൂടെ ഒരുമിച്ച് വന്ന് മമ്മിയുടെ യൂട്രസിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് നീ അവിടെ ബേബി ആയിട്ട് ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് അതിന് അവിടെ അവന് കുറച്ച് സംശയം പോലെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചു നിന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മമ്മി ഒരു കാര്യം ചെയ്യാം, കാണിച്ചു തരാം നിന്നെ എങ്ങനെയാണ് ഇതുണ്ടായത്, അല്ലെങ്കിൽ എത്ര കുഞ്ഞായിരുന്നു. അവന് സംശയം എന്ന് വെച്ചാൽ അവൻ അതുപോലെ തന്നെ എന്റെ വയറ്റിൽ വന്നതാണോ എന്നാണ് അവൻ അറിയേണ്ടത്. എനിക്ക് ഫോട്ടോസ് കാണണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനും അവനും കൂടെ കയറി എന്റെ ആ സമയത്തുണ്ടായിരുന്ന പ്രഗ്നൻസി പീരീഡിലുള്ള ഫോട്ടോസ് അവനെ കാണിച്ചു കൊടുത്തിട്ട് അവനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഈ ടൈമിൽ നീ കണ്ട കുഞ്ഞതായിരുന്നു, അത് കഴിഞ്ഞ് വലുതായി, ഇത്രയും വയറായി, മമ്മിക്ക് ഇത്രയും വയറ്റിൽ ആ സമയത്ത് നമ്മളിവിടെ ട്രിപ്പ് പോയപ്പോഴൊക്കെ നീ ഇവിടെ വയറ്റിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ഓരോ ജേർണി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 മാസം എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ ഇച്ചിരി ജേർണി വളരെ കാര്യമായിട്ട് അവന് പറഞ്ഞു കൊടുത്തു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാനിവിടെ അശ്ലീലമായിട്ടൊന്നും അവനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. അശ്ലീലമായിട്ടുള്ള ഒരു വാക്കുകൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ തന്നെ വളരെ ലളിതമായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ ലളിതമായി പറഞ്ഞു കൊടുത്തു. അത്രയും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഉറപ്പായിട്ടും എല്ലാ പാരൻസിനും സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ ഉറപ്പായിട്ടും അവരുടെ സംശയങ്ങൾ ഒരിക്കലും തീരില്ല. എല്ലാം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ ടു ഏർലി അല്ലേ എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത് ചോദിക്കുന്ന പാരൻസിനോട്, ഇത് ടു ഏർലി അല്ല, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ സയന്റിഫിക് ആയിട്ട് വളരെ ലളിതമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്, അവർക്ക് അറിയാവുന്ന ഭാഷയിൽ, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ അത് വലുതാണെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോഴാണ് ഈ കുട്ടികൾക്ക് കൺഫ്യൂഷൻസ് കൂടുക. ഇതൊന്നും അവരെ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവർ മറ്റു സോഴ്സുകളിൽ നിന്നും തീർച്ചയായും ഈ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കും. 4.5 വയസ്സായിക്കോട്ടെ, 5 വയസ്സായിക്കോട്ടെ, അവരുടെ ആകാംക്ഷ അവർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആകാംക്ഷകൾ അവർക്ക് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് എന്നും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന സേഫ് പേഴ്സൺ
ആണ് നമ്മൾ. അതുകൊണ്ട് അവർക്ക് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഉണ്ടാവുന്നത് കുട്ടികൾക്ക് അകൽച്ച വന്നു തുടങ്ങും, നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറഞ്ഞു തുടങ്ങും. അപ്പം ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുത്തരങ്ങൾ കൊടുത്ത് വേണം നമ്മൾ വലിയ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർ ചെയ്യാനും നമ്മൾ സ്വയം പ്രിപ്പയർ ആവാനും വേണ്ടിയിട്ട്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത് അവർക്ക് തന്നെയുള്ള ഒരു ഷീൽഡാണ് ശരിക്കും പറഞ്ഞാൽ അവരുണ്ടാക്കിയെടുക്കുന്നത്. കാരണം അവരുടെ ഷീൽഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന അവയർനെസ്സസ് ആണ്. ഈ അവയർനെസ് നമ്മൾ ആവശ്യത്തിന് വേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിൽ നാളെ അവർക്കൊരു സ്കൂളിൽ ചെന്നിട്ട് അല്ലെങ്കിൽ മറ്റു പുറത്തിറങ്ങുന്ന ഒരു സമയത്ത് ഒരു അബ്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ കിട്ടുന്ന റിസീവ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഹസ്യ സ്വഭാവങ്ങൾ കാത്തു സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ തമ്മിൽ മാത്രമുള്ള ഡീലിങ്സ് ആണ്, ഇത് മറ്റാരും അറിയാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ അബ്യൂസേഴ്സിന്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ആ തന്ത്രങ്ങളിൽ കുട്ടികൾ ഈസി ആയിട്ട് അങ്ങ് വീണു പോകും. കാരണം എന്താണ്, അവരോട് ഇതാരും പറഞ്ഞു കൊടുത്തിട്ടില്ല. എൻ്റെ പ്രൈവറ്റ് പാർട്സിനെ പറ്റി എനിക്ക് തന്നെ അറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും വേറൊരാൾ ഇത് രഹസ്യമാണ്, നീ ആരോടും പറയരുതെന്ന് പറയുന്ന സമയത്ത് ഇത് ഉറപ്പായിട്ടും രഹസ്യമാണ്. കാരണം ഇതുവരെ ഞാൻ ഇത് ആരോടും ചോദിച്ചിട്ടില്ല, ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി കുട്ടിക്ക് ഇൻഫർമേഷൻസ് കൈമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ണ്, മൂക്ക്, കയ്യ്, ചെവി, ബ്രസ്റ്റ്, വജൈന, പീനസ് ഇതെല്ലാം ഒരേപോലെ ബോഡി പാർട്സ് ആണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പേടിക്കേണ്ട കാര്യമില്ല. അവർ നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് അതിനെപ്പറ്റി തന്നെ പറയുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊഞ്ചിച്ച് പറയുന്ന ഭാഗങ്ങൾ, അതായത് ഇപ്പം എല്ലാ ഭാഗത്തിനെയും പീനസ് എന്ന് പറയാതെ നമ്മൾ പറയും PP എന്നോ അല്ലെങ്കിൽ PV എന്നോ എന്നൊക്കെ പറയുന്ന സമയത്ത് കുട്ടികൾ ഈ ഒരു കാര്യം കൊണ്ട് വരുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് പറയാൻ വരികയാണെങ്കിൽ തന്നെ അവരും ആ പേര് തന്നെ വിളിച്ചിട്ടായിരിക്കും അവരുടെ ആ ഭാഗങ്ങളെ പറയുന്നത്. ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പോലെ പറയാനാണെങ്കിലും ആദ്യം പറയുന്നത് എൻ്റെ PP എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കേൾക്കുന്ന ആളുകൾ ഓട്ടോമാറ്റിക്കലി ചിരിക്കാൻ തുടങ്ങും. അപ്പൊ അവർക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഇത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെ അടുത്തൊരു പാരന്റ് പറഞ്ഞതാണ്. പിന്നീടാണ് അറിഞ്ഞത് അത്ര ഈ കുട്ടിക്ക് എന്താണ് ശരിക്കും പറയാനുണ്ടായിരുന്നത് എന്ന്. അന്ന് ഒത്തിരി കുറ്റബോധം തോന്നിയെന്നും അവർ പറഞ്ഞു. അപ്പം നമ്മൾ ഈ കാര്യങ്ങളെ വളരെ സീരിയസ് ആക്കി തന്നെ എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് കുട്ടികൾക്കും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ അവരുടെ സേഫ് ആയിട്ട് അവർക്കൊരു ഷീൽഡ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റും. നമുക്ക് നമ്മുടെ കുട്ടികളെ എന്താണ് സേഫ് ആക്കി വെക്കണം. നമുക്ക് കൂടുതൽ അബ്യൂസസ് ഉണ്ടാവാൻ പാടില്ല. അവര് എപ്പോഴും സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ അവർ സേഫ് ആവട്ടെ. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കൊടുക്കട്ടെ. നമ്മളിൽ ട്രസ്റ്റ് ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് അവരിലും ട്രസ്റ്റ് ഉണ്ടാവട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോഴും അത് ഇൻഫർമേഷൻസ് ആണ്. ഓക്കെ, ഇത് എൻ്റെ ടൈമാണ്, ഞാനിത് കൊടുക്കേണ്ട ടൈമായി, ഇവന് ഈ ഒരു ഇൻഫർമേഷൻ അവന് റെഡി ആണെങ്കിൽ അത് കൊടുക്കൂ. അവൻ റെഡി ആവാത്ത കാര്യങ്ങൾ അവർ നിങ്ങളോട് ചോദിക്കില്ല. എൻ്റെ മോൻ എന്നോട് ആ ഫോട്ടോയുടെ ഏറ്റവും ലാസ്റ്റ് ഫോട്ടോയിൽ എത്തിയപ്പോഴേക്കും എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുന്നത് അത് കണ്ടപ്പോഴേക്കും അവൻ മതിയെന്ന് പറഞ്ഞു. അടുത്ത ഫോട്ടോ ആക്ച്വലി കൊച്ച് ഉണ്ടായി കിടക്കുന്ന ഫോട്ടോ ആയിരുന്നു. അത് ഞാൻ കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആ കറക്റ്റ് മൊമെന്റിൽ അവൻ നോയും പറഞ്ഞു. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു റിലീഫായി. കാരണം എനിക്കറിയാം ഇത് ഇവന് ടൂ മച്ച് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ഞാനത് കാണിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ലാത്തതുപോലെ തന്നെ അവനും ടൂ മച്ച് ആണെന്ന് അവന് മനസ്സിലായപ്പോൾ അവനും അത് ക്രോസ് ഓഫ് വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്കറിയാം അവരുടെ ലിമിറ്റ്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അടുത്ത അവസരത്തിൽ ചിലപ്പോൾ അവൻ എന്നോട് ചോദിക്കുമായിരിക്കും, മമ്മി എനിക്ക് ആ ബേബീനെ കാണണം എന്ന്. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കുമായിരിക്കും. അപ്പൊ അവർ റെഡി ആയിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ കുട്ടികൾ എപ്പോഴും റെഡിയാണ്, നമ്മളാണ് റെഡി ആവാത്തത്. അപ്പൊ നമ്മൾ റെഡി ആവാൻ നോക്കുക. നമുക്കറിയാവുന്ന ഇൻഫർമേഷൻസ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ കളക്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോയിൽ നിങ്ങൾ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ എത്രത്തോളം ഈ സെക്സ് എഡ്യൂക്കേഷനിൽ നിങ്ങൾ എത്രത്തോളം ഗ്രോത്ത് കൊണ്ടുപോയിട്ടുണ്ട്, എവിടം വരെയാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന്. നിങ്ങൾ നല്ല രീതിയിൽ കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് നമ്മളോടും കൂടെ എങ്ങനെയാണ് ഇത് മറ്റുള്ള പാരന്റ്സിനോടും കൂടെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബാരിയർ ഉണ്ടെങ്കിൽ തീർച്ചയായും അതും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് കൂടെ ചെയ്തിട്ട് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.